എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും വിനീതമായ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കോണത്തൂന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇരിങ്ങാലക്കുടയുടെയും കൊടുങ്ങല്ലൂരിൻ്റെയും ഇടയിലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ചെയ്യുന്നത് ബയോമെക് 40L കൊമേഴ്ഷ്യൽ മോഡലാണ്. ഡെയിലി 15 കിലോ വേസ്റ്റും 25 ലിറ്റർ വെള്ളവും ഉപയോഗിക്കാവുന്ന മോഡലാണ്. ഏകദേശം 4 മണിക്കൂറാണ് ഇതിൽ നിന്ന് ഗ്യാസ് ലഭ്യത വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി പോർട്ടബിൾ ആണ്. അതിൻ്റെ വിശേഷങ്ങൾ കാണാം. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ടോട്ടൽ ഒരു 5 മിനിറ്റ് വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പോകാം വീഡിയോയിലേക്ക്. ഈ പ്ലാന്റിൽ നിക്ഷേപിക്കാനായിട്ട് അനുവദനീയമായ വേസ്റ്റ് എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള എല്ലാ ഫുഡ് വേസ്റ്റുകളാണ്. അതേപോലെ തന്നെ നമ്മൾ pH മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം പ്ലാന്റിലേക്ക് വേസ്റ്റ് നിക്ഷേപിക്കാൻ. ഇപ്പോൾ ഈ റെസ്റ്റോറൻ്റ് ആകുമ്പോൾ ഒരുപാട് എല്ല്, മുള്ള്, നാരങ്ങ തൊലി, മുട്ടത്തൊണ്ട് വരാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾ പരമാവധി ഒഴിവാക്കണം. അതേപോലെ തന്നെ അങ്ങനെ അത് ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷമാണ് അത് ക്ലീനിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മുന്നേ കൂട്ടി തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ മുന്നേ കൂട്ടി തന്നെ അത് കെയർ ചെയ്തുകൊണ്ട് പ്ലാന്റ് ഉപയോഗിക്കുക. കാരണം 30 വർഷത്തെ വാറണ്ടി എന്ന് പറഞ്ഞാൽ 30 വർഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ വാറണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് പേര് നമ്മൾ TC ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ലൈഫ് ടൈം വാറണ്ടി എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ 15 വർഷമായിട്ടും നമ്മൾ കൊടുക്കുന്ന സർവീസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ഒരു 30 years വാറണ്ടി കൊടുക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വീണ്ടും വിചാരങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാന്റോ അല്ലെങ്കിൽ ഒരു സാധനമോ എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് മേടിക്കുമ്പോൾ നമ്മൾ 1-2 വർഷത്തിനുള്ളിൽ വേറെ മേടിക്കാനായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് വേറെ മേടിക്കേണ്ടി വരും. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ മേടിക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാരണം ഇതിൽ വേസ്റ്റാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ 30 years, അതായത് ഒരു ലൈഫ് ടൈം വാറണ്ടി എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നത്. അത് കേരളത്തിൽ നമ്മൾ മാത്രമാണ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. ഒരുപാട് പേര് ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ തന്നെ മോഡൽസ് ഒരുപാട് കോപ്പി ചെയ്ത് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഈ മോൾഡ് ഉണ്ടാക്കിയിട്ടുള്ള പാറ്റേൺ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ മോൾഡ് എടുത്തിട്ടുള്ളത് വേറെ ആൾക്കാർ എടുത്തിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ പേര് എംബോസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, നമ്മളിത് ഡീലേഴ്സിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് ഡീലേഴ്സ്, ഈവൻ കേരളത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ലേബലിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ, അവരുടെ ഒരു ബ്രാൻഡിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ക്വാളിറ്റിയൊക്കെ സെയിം തന്നെയാണ്. അവരും 30 years തന്നെയാണ് വാറണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളത് പേര് എംബോസ് ചെയ്യാത്തത്. പിന്നെ സർവീസിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഇല്ല. നിങ്ങൾ പ്ലാന്റ് മേടിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ബില്ലിലുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളൊരു എൻക്വയറിക്ക് വരുന്ന സമയത്ത് നമ്മുടെ തന്നെ പ്ലാന്റ് ആണെന്ന് അറിയാനായിട്ട്, അപ്പോൾ നമ്മുടെ തന്നെ പേരുകൾ ഞാൻ ഒരു 1-2 പേര് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ വിട്ടുതന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പേര് ട്രേഡ് മാർക്കാണ്. അതായത് ഞങ്ങൾ രജിസ്റ്റേർഡ് ആണ്, ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയതുമാണ്. FRD ബയോമെക്. അതേപോലെ ആ ലോഗോ എന്ന് പറയുന്നത് നമുക്ക് 6 രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ള ലോഗോസാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഡിസൈൻ വരെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഇല്ലീഗലാണ്. അതുകൊണ്ട് അത് ചെയ്യുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക. ഞങ്ങൾക്ക് ഒരുപാട് കോൾസ് വന്നിരുന്നത്. അപ്പോൾ നിങ്ങളും വഞ്ചിതരാവാതിരിക്കുക. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പർ യുണീക്കാണ്. അതിലേക്ക് വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ബുക്കിംഗ് എമൗണ്ട് ഇടുന്നത് നമ്മുടെ FRD ബയോമെക്കിൻ്റെ അക്കൗണ്ടിലേക്കാണെന്നുള്ളതും കൂടി തീർച്ചപ്പെടുത്തുക. ഇപ്പോൾ ഒരുപാട് QR കോഡിൻ്റെ തട്ടിപ്പ് വരുന്നതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്തു പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ബില്ല് കിട്ടുന്ന സമയത്ത് GST ബില്ലാണെന്ന് നോക്കുക, നമ്മുടെ ലോഗോ എംബോസ് ചെയ്തിട്ടുണ്ടോ നോക്കുക, നമ്മുടെ സിഗ്നേച്ചർ വെരിഫൈഡ് സീല് അതെല്ലാം കറക്റ്റാണെന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് വളരെ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഡിഫക്റ്റിന് കൊടുക്കുന്ന വാറണ്ടി എന്ന് പറയുന്നത്, എന്ത് ലീക്കുകളുണ്ടെങ്കിലും 1 year ഫ്രീ ആയിട്ട് റീപ്ലേസ്മെന്റ് ആണ്. അതായത് 1 year കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ പാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ മനസ്സിൽ വെക്കണം. പിന്നെ എന്ത് കാര്യത്തിനാണെങ്കിലും ഞങ്ങളുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുക. അതിൽ കോൺടാക്ട് ചെയ്ത് കിട്ടാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അടുത്ത നമ്മുടെ 2-3 നമ്പറുകൾ നമ്മൾ ബില്ലിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസിനറേറ്റേഴ്സ് ആവശ്യമായ ആൾക്കാർ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.